ഫ്രണ്ട്സ് വേറെ സർപ്രൈസും കൂടി ഉണ്ട്. ഞാനിപ്പോൾ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാൻ പറഞ്ഞപ്പോഴേക്കും ദൂരം ഉണ്ടായിരുന്നു ഞാൻ വന്നത് ആ പോത്ത് ഇപ്പോൾ നമ്മൾ അടുത്തേക്കൊന്ന് കേട്ടിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന് ഓടാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം കണ്ടു, ഒരു മോശമായിട്ടുള്ളൊരു കാര്യം കണ്ടു. ഫസ്റ്റ് എനിക്ക് എന്താണ് മനോഹരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ബാപ്പടിയിൽ ഒരു തോടാണ്. ഇവിടെ പറയണമെങ്കിൽ അടുത്ത് തന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ മീനുകളും കുറേ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഈക്കോളജിക്കലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മോശം കാര്യം പറയുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് വന്ന ആൾക്കാർ ഇവിടെ കൊണ്ട് വേസ്റ്റ് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഈ വേസ്റ്റ് ഇപ്പോൾ മഴക്കാലം കൊണ്ട് വെള്ളത്തിൻ്റെ പവർ കൊണ്ട് ഈ വേസ്റ്റൊക്കെ എടുത്ത് ആ തോട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെയുള്ള പ്ലാന്റ്സിനും അവിടെയുള്ള മീനുകൾക്ക് അതൊക്കെ ദോഷമായി പോകും. ഇങ്ങനെയുള്ള കുറേ ആസിഡ്സും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും വന്ന് വെള്ളത്തിലേക്ക് പോകുമ്പോഴേക്കും മീനിന് സത്വവും കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ HMT കാമശ്ശേരിയിലുള്ള HMT കേരളത്തിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആൾക്കാർ കൊണ്ട് വേസ്റ്റ് കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ മണം വന്നുകൊണ്ടിരിക്കുകയാണ്, മോശമായിട്ട് മണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണമാണ് ഇവിടെ വേസ്റ്റ് കൊണ്ടിടുന്നത്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് അപ്പം കാണുന്ന ഒരാളടുത്ത് മാത്രമല്ല ഇവിടെ വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ നമ്മളുള്ള ഇത്തരമുള്ള ഈക്കോളജിക്കലായിട്ടുള്ള പല പല സിസ്റ്റംസും നശിച്ചു പോയിരിക്കും. ഇവിടെയുള്ള ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇവിടെയുള്ളൊരു അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നശിപ്പിക്കാതിരിക്കണം. ഫ്രണ്ട്സ് ഞാൻ നേരത്തെ കാണിച്ച വേസ്റ്റുകളൊക്കെ ഇപ്പോൾ ഈ തോടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് തോട്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ വേസ്റ്റുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട്. കണ്ടോ വെള്ളത്തിൽ ഞങ്ങളൊക്കെ അവിടെയൊക്കെ വേസ്റ്റ് കൂടി കിടക്കുകയാണ്. എന്നാലും ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു സൈഡിൽ കൂടെ ഞാൻ നടന്ന് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല വേസ്റ്റുള്ള കാരണം. എന്നാലും നമുക്കത് ഇനി നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ഇതിൽ വാഴകളും കപ്പകളും നട്ടുവെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ അധികം വാഴയും കപ്പകളും ഉണ്ടല്ലോ, നമുക്ക് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ തോടുള്ളത്. ഇവിടെയൊക്കെ ആൾക്കാർ പ്ലാസ്റ്റിക് വരുന്ന കുപ്പികളും വേസ്റ്റ് കൊണ്ട് നട്ട് വെച്ചിട്ടാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പുഴയിലൊക്കെ കൊണ്ടിട്ടില്ലെങ്കിലും ലാൻഡ് കൊണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മഴ വരുമ്പോഴേക്കും ശക്തിയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അടിച്ച് വന്ന് തോട്ടിലേക്കും റിവറിലേക്കൊക്കെ പോകും. ഇവിടെയൊക്കെ കുപ്പികളൊക്കെ കൊണ്ടിട്ടുണ്ട്. അവിടെ ഒരു പോത്തും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ ചെരുപ്പും ഇവിടെ പോകണമെന്ന് വിചാരിച്ചില്ലേ. ഇത് കുഞ്ഞൊരു ബ്രിഡ്ജും കൂടി ഉണ്ട്. ഇത് അവിടെ ഒരു പോത്തും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഇവിടെ കാണുന്നില്ല. ഇവിടെ പാടങ്ങളും അപ്പുറത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ആൾക്കാരെ കൊണ്ട് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഈ റിവറിൻ്റെ ഫ്ലോയും ഉള്ള മീനുകളെ പ്ലാന്റ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് ഡേയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും നേച്ചർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അതിനുള്ള പരിശ്രമിച്ച് തുടങ്ങണം. കാരണം ഇത് അറിയാവുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻവയോൺമെൻറ്റ് സംരക്ഷിക്കാൻ പറ്റുള്ളൂ.